എഴുതാത്ത കഥ 1970 മെയ് 21 പുറത്തിറങ്ങിയ എഴുതാത്ത കഥയുടെ നിർമ്മാതാവ് ടി. വാസുദേവനാണ്. കഥ ഇ. കുര്യൻ, പി. ചന്ദ്രൻ. തിരക്കഥ ജഗതി എൻ. ആചാരി. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം വി. ദക്ഷിണാമൂർത്തി. ഗായകർ യേശുദാസ്, പി. ജയചന്ദ്രൻ, പി. ലീല, ബി. വസന്ത. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: നസീർ, പ്രതാപചന്ദ്രൻ. തിക്കുറിശി, കാട്ടാഴം കർത്താവ് പരമേശ്വരൻ. അടൂർബാസി, ഭാസ്കരപിള്ള. കെ. പി. ഉമ്മർ, ഗോപാലൻ നായർ. ജി. കെ. പിള്ള, പാലത്തറ തോമാച്ചൻ. ശങ്കരാടി, തബലിസ്റ്റ് ശങ്കു ആശാൻ. മുതുകുളം രാഘവൻ പിള്ള. ഷീല, കായംകുളം കമലമ്മ. ടി. ആർ. ഓമന, മിസിസ് നായർ. ടി. കെ. ബാലചന്ദ്രൻ, അന്ധഗായകൻ. ചന്ദ്രകല, മീന. പറവൂർ ഭരതൻ, പത്മനാഭൻ. തൊടുപുഴ രാധാകൃഷ്ണൻ, ഗോവിന്ദൻ മുതലാളി. നെല്ലിക്കോട് ഭാസ്കരൻ, കമലമ്മയുടെ ഭർത്താവ്. നാടക ട്രൂപ്പ് മാനേജർ വഞ്ചിയൂർ രാധ, മാനേജറുടെ സഹോദരി. കൂടാതെ അബ്ബാസ്, ടി. ഹരിഹരൻ, പി. ശ്രീകുമാർ എന്നിവരും അഭിനയിച്ചു. ഈ ചിത്രത്തിലൂടെ ശങ്കരാടി 1970 മികച്ച സഹനടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി. ക്യാമറ അശോക് കുമാർ, സംവിധാനം എ. ബി. രാജ്. ഒരു കാലഘട്ടത്തിൽ മലയാള നാടകവേദിയിലെ പ്രമുഖ താരമായിരുന്നു കായംകുളം കമലമ്മ. എന്നാൽ കാലഗതിയിൽപ്പെട്ട് ഇന്ന് കമലമ്മ ദുഃഖത്തിലും ദുരിതത്തിലുമാണ് കഴിഞ്ഞു വരുന്നത്. എന്നാൽ കമലമ്മയുടെ മകൾ മീന നല്ലൊരു ഗായികയാണ്. അവൾ ഗാനമേളകൾക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം കഴിഞ്ഞു പോകുന്നു. കമലമ്മയുടെ നല്ല കാലത്ത് തബല വായിച്ചിരുന്ന ആശാൻ മാത്രമാണ് ഇന്ന് കമലമ്മയ്ക്ക് കൂട്ട്. മീനയുടെ ഗാനമേളകൾക്കും ആശാൻ കൂടെ പോകാറുണ്ടായിരുന്നു. പരിഹാസത്തോടെ കമലമ്മയുടെ മകൾ എന്ന് സംബോധന ചെയ്യുന്നത് അവൾക്ക് വിഷമമായി. ഇനി പരിപാടികൾക്ക് പോകുക ഇല്ല എന്ന് അവൾ ഉറപ്പിച്ചു. ഏറ്റുപോയ ഒരു പരിപാടി കൂടി പങ്കെടുക്കാൻ അവളെ കമലമ്മയും ആശാനും കൂടി സമ്മതിപ്പിച്ചു. പരിപാടി നടത്തുന്ന സ്ഥലത്തെ യോഗത്തിൽ പ്രസംഗിക്കാൻ വന്ന ധർമ്മയുദ്ധം പത്രാധിപർ പ്രതാപൻ മീനയുടെ പാട്ട് കേട്ടു. അവളുടെ വിവരങ്ങൾ അയാൾ തിരക്കി. യോഗാനന്തരം ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്ത അയാൾ കമലമ്മയുടെ വീട്ടിൽ കയറി. അവരുടെ കഥകളെല്ലാം മനസ്സിലാക്കി. കമലമ്മയോട് ആത്മകഥ പ്രസിദ്ധീകരിക്കാനും അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക ലാഭം ദുരിതത്തെ ദൂരീകരിക്കുമെന്നും അയാൾ പറഞ്ഞു. എന്നാൽ തൻ്റെ പേരിലുള്ള ആത്മകഥ പല ഉന്നതരുടെയും ജീവിതത്തെ ബാധിക്കുമെന്നും അവരുടെ കുടുംബജീവിതം ശിഥിലമാകുമെന്നും ഭയന്ന് അത് വേണ്ടെന്ന് അവൾ പറഞ്ഞു. പക്ഷേ ഒന്ന് മാത്രം സമ്മതിച്ചു. തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നു എന്നൊരു പരസ്യം മാത്രം കൊടുക്കുവാൻ സമ്മതിച്ചു. പരസ്യം വാരികയിൽ പ്രസിദ്ധീകരിച്ചു. അതോടെ ആ പരസ്യം പലരെയും അസ്വസ്ഥരാക്കാൻ തുടങ്ങി. ചിലർ ആത്മകഥ എഴുതാതിരിക്കാൻ അവളെ ഭീഷണിപ്പെടുത്തുകയായി. മറ്റു ചിലർ അവളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. കയർ മുതലാളി ഗോവിന്ദൻ പ്രതാപനെ സമീപിച്ച് 5000 രൂപ കൊടുത്തു. പ്രതാപൻ അത് കമലമ്മയുടെ പേരിൽ ബാങ്കിൽ അടച്ചു. ധർമ്മയുദ്ധം വാരികയിലെ പരസ്യം കണ്ട് രാഷ്ട്രീയ നേതാവും പ്രതാപൻ്റെ അമ്മാവനുമായ പരമേശ്വരൻ കർത്താവ് നടുങ്ങി. അത് പ്രസിദ്ധീകരിക്കരുതെന്ന് പറയാൻ പരമേശ്വരൻ കർത്താവ് തൻ്റെ സഹോദരിയും പ്രതാപൻ്റെ അമ്മയുമായ ഈശ്വരി അമ്മയെ സമീപിച്ചു. അമ്മ അവരുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പ്രതാപനോട് പറഞ്ഞു. പ്രതാപൻ അത് ചെവിക്കൊണ്ടില്ല. താനുമായുള്ള കമലമ്മയുടെ ബന്ധം വരാതിരിക്കാൻ ധർമ്മയുദ്ധത്തിന് വലിയ പരസ്യം നൽകി സഹായിക്കാൻ ശ്രമിച്ചു എസ്റ്റേറ്റ് മുതലാളിയായ തോമാച്ചൻ. അത് ഫലം കണ്ടില്ലെന്ന് മനസ്സിലാക്കിയ അയാൾ റൗഡികളെ വിട്ട് കമലമ്മയുടെ പുരയ്ക്ക് തീ വയ്ക്കുവാൻ ശ്രമിച്ചു. പ്രതാപൻ റൗഡികളെ തുരത്തി. ഓടിപ്പോവാൻ ശ്രമിച്ച ഒരാളെ പോലീസ് പിടികൂടി ജയിലിലാക്കി. അയാളെ ജാമ്യത്തിലെടുക്കാൻ മുതലാളി വക്കീലിനെ ഏർപ്പാടാക്കി. കമലമ്മയെയും മകളെയും പ്രതാപൻ തൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ഒരുമ്പെട്ടെങ്കിലും അമ്മ സമ്മതിച്ചില്ല. അയാൾ അവരെ തൻ്റെ പ്രസ്സിൽ താമസിപ്പിക്കുവാൻ തീരുമാനിച്ചു. അയാളെ ന്യൂസ് റിപ്പോർട്ടർ ഭാസ്കരൻ ബാലെ സഹായിക്കാനും തയ്യാറായി. ഒരു നാൾ പ്രസ്സിലെത്തിയ ഗോപാലൻ നായർ കമലമ്മയെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്തിയില്ല. അയാൾ ഭീഷണി മുഴക്കി തിരിച്ചുപോയി. ഇതിനിടെ കമലമ്മ ഗോപാലൻ നായരെ പറ്റി കൂടുതൽ അറിയുവാൻ തബല ആശാനെ പറഞ്ഞുവിട്ടു. ആകെ വിഷമത്തിലായ കമലമ്മ സ്ഥലം വിടുവാൻ തീരുമാനിച്ചു. വിവരം പ്രതാപൻ്റെ അമ്മയെ അറിയിക്കുവാനായി എത്തിയ കമലമ്മ കണ്ടത് പരമേശ്വരൻ കർത്താവിനെയാണ്. പരമേശ്വരൻ കർത്താവുമായി തനിക്കുണ്ടായ ബന്ധവും അതിൽ ജനിച്ച കുട്ടിയുമാണ് മീന എന്നതും കർത്താവിന് മാനക്കേടാകാതിരിക്കാൻ ഒരു മദ്യപനെ ഭർത്താവായി കുഞ്ഞിൻ്റെ പിതാവായി കൊണ്ടു നടന്നതും എല്ലാം അവൾ തുറന്നു പറഞ്ഞു.
ഗോപാലൻ നായർ വീണ്ടും പ്രസ്സിലെത്തി. അവളെല്ലാം തുറന്നു പറഞ്ഞു. മദ്യപനായ തൻ്റെ ഭർത്താവ് വിഷം കഴിച്ചു മരിച്ചതും അതിൻ്റെ പേരിൽ തന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ അന്ന് SI ആയിരുന്ന ഗോപാലൻ നായർ രക്ഷിച്ചതും കമലമ്മ മറച്ചു വച്ചില്ല. ഗോപാലൻ നായർ സമ്മതിച്ചു എല്ലാം. എന്നാലും കമലമ്മയെ ജയിലിലാക്കാൻ തൻ്റെ പക്കൽ തെളിവുകളുണ്ടെന്ന് ഗോപാലൻ നായർ വീമ്പിളക്കി. എന്നാൽ കമലമ്മയുടെ ഭർത്താവിൻ്റെ യഥാർത്ഥ കൊലയാളി താനാണെന്ന് തബല ആശാൻ പറഞ്ഞു. അതിനുള്ള കാരണങ്ങളും പറഞ്ഞു. അപ്പോഴേക്കും അവിടെ എത്തിയ പോലീസ് ഗോപാലൻ നായരെയും തബല ആശാനെയും അറസ്റ്റ് ചെയ്തു. തൻ്റെ കൂടെ ന്യൂസ് റിപ്പോർട്ടറായി നിന്ന ഭാസ്കര ബാലയും ഒരു CID ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് വെളിപ്പെട്ടു. മനം നൊന്ത് അവശയായ കമലമ്മ ഹൃദയം മുട്ടി മരിച്ചു വീണു. മീനയെ പ്രതാപൻ്റെ അമ്മ വന്ന് സ്വീകരിച്ചു.